ഹലോ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. സോ ഇന്ന് നമ്മൾ ലേൺ വിത്ത് മീ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വീണ്ടും ഒരു ട്യൂട്ടോറിയലാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ 2 പെർഫോമൻസ് വീഡിയോസ് കാണാം. അതിനുശേഷം ഞാനത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു? അരുൺ. ഓക്കെ, ഒരു കാര്യം ചെയ്യോ, ചീട്ടില്ലേ പ്ലേയിങ് കാർഡ്സ്, റാൻഡം ആയിട്ടുള്ളൊരു പ്ലേയിങ് കാർഡ് മനസ്സിനകത്ത് ഫോക്കസ് ചെയ്യാവോ. എയ്സ് അങ്ങനെയുള്ള അത് ഒഴിവാക്കി, എളുപ്പമാണ്. എയ്സ് ഓഫ് ഹാർട്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്നത്. ഓക്കെ, വളരെ റാൻഡം ആയിട്ടുള്ളൊരു പ്ലേയിങ് കാർഡ്, ഒരൊറ്റ പ്ലേയിങ് കാർഡ് മനസ്സിനകത്ത് ഫോക്കസ് ചെയ്യാവോ. മാറ്റണോ, ചേഞ്ച് ചെയ്യണോ? വേണ്ട, സെറ്റ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അതായത് ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് മനസ്സിനകത്ത് ഇമാജിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സത്യം പറയുന്നൊരു ക്യാരക്ടർ, കള്ളം പറയുന്നൊരു ക്യാരക്ടർ. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഏഞ്ചലും ഒരു ഡെവിളും ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സത്യം പറയുന്ന ക്യാരക്ടറിനെ ഏഞ്ചലായിട്ട് കൺസിഡർ ചെയ്യാം, ഡെവിള് കള്ളം പറയുന്നൊരു ക്യാരക്ടർ. ഓക്കെ, ഞാൻ ബ്രോയുടെ അടുത്ത് 1-2 അല്ലെങ്കിൽ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ പോവാണ്. ഈ ഡെവിളിനെ ഏഞ്ചലിനെയും ബ്രോയുടെ 2 ഷോൾഡറല്ലേ അവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. എൻ്റെ അടുത്ത് അത് എവിടെയെന്ന് പറയരുത്. ഓക്കെ, ഒരു ഷോൾഡറിന് ഏഞ്ചലിനെ പ്ലേസ് ചെയ്യാം, മറ്റേ ഷോൾഡറിൽ ഡെവിളിനെ പ്ലേസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ എവിടെയാണോ പ്ലേസ് ചെയ്ത് ആ സൈഡിലേക്ക് നോക്കുക. നോ എന്നാണെന്നുണ്ടെങ്കിൽ ഡെവിൾ എവിടെയാണോ ആ സൈഡിലേക്ക് നോക്കാം. മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എവിടെയാണത് പ്ലേസ് ചെയ്യുന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയണ്ട, അല്ലെങ്കിൽ എനിക്ക് അറിയണ്ട. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിനകത്ത് ഫസ്റ്റ് ചൂസ് ചെയ്തോ. സെറ്റായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം എസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഏഞ്ചലിൻ്റെ ഭാഗത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഈസ് ഇറ്റ് റെഡ് കാർഡ്? വിചാരിച്ചത് റെഡ് കാർഡാണ്, റെഡ് കളർ കാർഡാണ്. ഓക്കെ, ഈസ് ഇറ്റ് എ പിക്ചർ കാർഡ്? ഒരു കാർഡാണ് വിചാരിച്ചത്, ലൈക്ക് കിങ്, ജാക്ക്, ക്വീൻ. ഈസ് ഇറ്റ് ഈവൻ കാർഡ്? ഈവൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു 2, 4, 6, 8, 10. ഓക്കെ, ഈസ് ഇറ്റ് എ ഡയമണ്ട്? ഈസ് ഇറ്റ് എ ലോ നമ്പർ കാർഡ്? അതായത് 2, 4, below 5. Yeah. ഓക്കെ, ഇല്ല, അവൻ റാൻഡമായിട്ട് എന്തോ വിചാരിച്ചിട്ട് അവനിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റിൽ നോക്കാവേ. ഒന്ന് കണ്ണടച്ചേടാ. മേബി നോ. 10 ഓഫ് ഡയമണ്ട് ആണോ വിചാരിച്ചത്? ആണ്. താങ്ക് യു സോ മച്ച്. സോ കറക്റ്റ് ആയിരുന്നു. ഇനി എവിടെയായിരുന്നു ഏഞ്ചലിനെ പ്ലേസ് ചെയ്ത്, ഡെവിളിനെ പ്ലേസ് ചെയ്ത്? ആണ് അല്ലേ? ഇത് നമ്മൾ അല്ലേ അറിയാനൊരു വഴിയില്ല, ബിക്കോസ് റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ താങ്ക് യു സോ മച്ച്. ഹായ്, ലെറ്റ്സ് ട്രൈ സംതിങ്. ബേസിക്കലി ഐ ഗോട്ട് എ ഡെക്ക് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ കാർഡ്സും ഡിഫറെൻ്റ് അല്ലേ, റാൻഡമായിട്ടുള്ള കാർഡ്സാണ്. ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്യുക അതുപോലെ. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്യുക, ഒരു കാർഡ് ചൂസ് ചെയ്യുക, എന്നെ കാണിക്കരുത്, ജസ്റ്റ് പോക്കറ്റിൽ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക, ഞാൻ തിരിഞ്ഞിരിക്കാം. ഓക്കെ, അപ് ടു യു. കഴിയുമ്പോൾ പറയണം. കഴിഞ്ഞു? കാർഡ് ഓർമ്മ വേണ്ട? ശരി, ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. ആക്ച്വലി നമുക്ക് പല രീതിയിൽ ഇത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ. ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതിയിൽ ഞാൻ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അതായത് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്ന് ഒരു ഏഞ്ചലും ഒന്നൊരു ഡെവിളും. അപ്പോൾ ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യാം. കള്ളം എന്നുള്ളൊരു ക്യാരക്ടർ നമുക്ക് ഡെവിളിന് കൊടുക്കാം. ഓക്കെ, നിൻ്റെ ഷോൾഡേഴ്സിൽ ഏതെങ്കിലും ഒരു ഷോൾഡറിൽ ഏഞ്ചലിനെ പ്ലേസ് ചെയ്യുക, മറ്റേ ഷോൾഡറിൽ ഡെവിളിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ നിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ നീ ഏഞ്ചലുള്ള സൈഡിലേക്ക് നോക്കണം, കള്ളാണെന്നുണ്ടെങ്കിൽ ഡെവിളുള്ള സൈഡിലേക്ക് നോക്കണം. ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, യെസ് നോ ഒന്നും പറയണ്ട. ഓക്കെ, ഗുഡ്, ശരി. സോ തിങ്ക് ഓഫ് ദ കാർഡ് ഫസ്റ്റ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്താലോ? എന്നിട്ട് ഒരു സൈഡിൽ മനസ്സിനകത്ത് ഏഞ്ചലിനെ പ്ലേസ് ചെയ്തോളൂ, ഒരു സൈഡിൽ ഡെവിളിനെ പ്ലേസ് ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസ് ഇറ്റ് എ റെഡ് കാർഡ്? ഓക്കെ, ഈസ് ഇറ്റ് എ പിക്ചർ കാർഡ്? Is it a club's flower?
ഈസ് ഇറ്റ് എ ലോവർ ഓക്കെ ഈസ് ഇറ്റ് എ ഈവൻ നമ്പർ കാർഡ്, അതായത് 2, 4, 6, 8, 10. ഓക്കെ, ഈസ് ഇറ്റ് എ ലോവർ നമ്പർ ലൈക്ക് ace 2 3 4? ഓക്കെ, സംതിങ് ഡോ. Maybe look 4 of spades ആണ് കാർഡ്. ഏതാ കാർഡ് ഏതാ? യെസ്, cool. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്തുള്ള ഒരു ട്യൂട്ടോറിയലാണെന്നുള്ളത്. സോ ആദ്യത്തെ പെർഫോമൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്പെക്ടേറ്ററിനോട് റാൻഡമായിട്ടൊരു കാർഡ് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞിട്ട് ആ കാർഡ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് കാർഡ്സിലേക്ക് അവരുടെ തോട്ടിനെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഏസ് ഓഫ് ഹാർട്ട്സ് പോലുള്ള കാർഡ്സ് ഒഴിവാക്കുക. ഇത് പറയുന്ന സമയത്ത് അവരുടെ മനസ്സിനകത്ത് ഏസസ് ഒഴിവാക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അവരുടെ 4 ഏസും ഒഴിവാക്കാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വളരെ റാൻഡമായിട്ടുള്ള ഒരു കാർഡ് മാത്രം മനസ്സിൽ വിചാരിക്കുക എന്ന് പറയാം. ഇങ്ങനെ പറയുന്ന സമയത്ത് പിക്ചർ കാർഡ്സ് ആയിട്ടുള്ള ജാക്ക്, ക്വീൻ, കിങ് ഇങ്ങനെയുള്ള കാർഡ്സ് അവർ വിചാരിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ കാർഡ്സ് ഒഴികെയുള്ളൊരു കാർഡിലേക്ക് നമ്മൾ അവരെ ഫോക്കസ് കൊണ്ടുവരുന്നു. ഈ ഒരു ഐഡിയ, ഈ ഒരു അസംഷനാണ് നമ്മൾ ഈ ഒരു ട്രിക്കിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സജഷൻസിന് ശേഷം ഹോപ്പ്ഫുള്ളി അവരൊരു നമ്പർ കാർഡായിരിക്കണം മനസ്സിനകത്ത് ഫോക്കസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. ആ ഒരു അസംഷനിലാണ് നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് തിങ്, വീഡിയോയിൽ കണ്ടതുപോലെ 2 ക്യാരക്ടേഴ്സ് അവരുടെ മനസ്സിനകത്ത് ഇമാജിൻ ചെയ്യാനായിട്ട് പറയുക. ഒരു ക്യാരക്ടർ സത്യം പറയുന്നൊരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ഏഞ്ചൽ. മറ്റൊരു ക്യാരക്ടർ കള്ളം പറയുന്നൊരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ഡെവിൾ. ആ 2 ക്യാരക്ടേഴ്സിനെയും അവരുടെ ഷോൾഡറിലെ ഇഷ്ടമുള്ള പ്ലേസസിൽ പൊസിഷൻ ചെയ്യാനായിട്ട് പറയാം. സോ സ്പെക്ടേറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഏഞ്ചലിനെയും ഡെവിളിനെയും പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് നമ്മൾ റാൻഡം ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ പോവുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഏഞ്ചലിനെ പ്ലേസ് ചെയ്ത സൈഡ് ആ സൈഡിലേക്ക് നോക്കുക. തെറ്റാണെങ്കിൽ എവിടെയാണോ ഡെവിളിനെ പ്ലേസ് ചെയ്തത് ആ സൈഡിലേക്ക് നോക്കുക. ഈ ഒരു വീഡിയോയിൽ ഏഞ്ചലിനെ പ്ലേസ് ചെയ്തത് റൈറ്റ് ഷോൾഡറിലും ഡെവിളിനെ ലെഫ്റ്റ് ഷോൾഡറിലാണ് പ്ലേസ് ചെയ്തത്. ഇത് തുടക്കത്തിൽ നമുക്കറിയാനായിട്ട് ഒരു വഴിയില്ല. ഒരു 4 or 5 സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് അവർ വിചാരിക്കുന്ന കാർഡ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത് അവർ വിചാരിക്കുന്ന കാർഡിൻ്റെ കളറാണ്. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇറ്റ് എ റെഡ് കാർഡ് എന്നായിരിക്കണം. ഓർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് എ ബ്ലാക്ക് കാർഡ് അങ്ങനെയും ചോദിക്കാം. ഈ ഒരു വീഡിയോ എക്സാമ്പിൾ ആയിക്കൊണ്ട് പറയാം. ഏഞ്ചൽ ഈ സൈഡിലായിരുന്നു, അഫ്കോഴ്സ് റൈറ്റ് സൈഡിലേക്ക് അവർ തിരിയുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമുക്ക് ജെന്യുവനായിട്ട് അറിയില്ല എവിടെയാണ് ഏഞ്ചൽ എവിടെയാണ് ഡെവിൾ എന്നുള്ള കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈസ് ഇറ്റ് എ പിക്ചർ കാർഡ്? സോ ഈ ഒരു പോയിന്റിൽ അവർ ഏത് സൈഡിലേക്കാണോ തിരിയുന്നത് അത് നോ ആയിട്ട് ഡബിളായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മുടെ മനസ്സിൽ അസ്യൂം ചെയ്യുന്നത് അവർ റാൻഡം ആയിട്ടുള്ളൊരു നമ്പർ കാർഡ് ചൂസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇൻ ദിസ് കേസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞത്. സോ അത് നമ്മൾ ഡബിളായിട്ട് മനസ്സിനകത്ത് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു, അത് ഏഞ്ചലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈസ് ഇറ്റ് എ റെഡ് കാർഡ്? സോ യെസ്, അത് റെഡ് കാർഡായിട്ട് നമുക്ക് മനസ്സിൽ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് ആവാം, ഹാർട്ട്സ് ആവാം. അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാമ്പിൾ ചെയ്യാം, ഒരു 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനെ നിർത്താനായിട്ട്. 5ാമത് ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പറയാം, അതൊരു ഡയമണ്ട് ആണ്, അല്ലെങ്കിൽ അതൊരു ഹാർട്ട്സ് ആണെന്ന് പറയാം. സോ ഇൻ കേസ് ഡയമണ്ട് ആണെന്ന് പറയുമ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഡയമണ്ട് ആണ് വിചാരിച്ചത്. സോ അഗെയിൻ റൈറ്റിലേക്ക് തിരിയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അതൊരു ഡയമണ്ട് ആണെന്നുള്ള കാര്യം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ കാർഡ് ഒരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചോദിക്കാം, അതൊരു ഈവൻ നമ്പർ ആണോ അല്ലെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആണോ? സോ ഇവിടെ ഞാൻ ചോദിക്കുന്നത് അതൊരു ഈവൻ നമ്പർ ആണോ? എക്സാമ്പിൾ ലൈക്ക് 2, 4, 6, 8 or 10. ആ സമയത്ത് അതൊരു ഈവൻ നമ്പർ ആയിരുന്നു. സോ റൈറ്റിലേക്ക് തിരിയുന്നു. ഇപ്പോൾ നമുക്ക് അതൊരു ഈവൻ നമ്പർ കാർഡാണ്, ഡയമണ്ട് ആണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് എക്സാക്ട്ലി അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കും, അതൊരു ലോ നമ്പർ കാർഡാണോ? എക്സാമ്പിളായിട്ട് ലൈക്ക് 2, 4 ആ ഒരു റേഞ്ചിൽ വരുന്ന കാർഡാണോ? സോ ഈ ഒരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് 5-നകത്ത് വരുന്നതാണോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ടൈം
അല്ല എന്നുള്ള ആൻസർ വരുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം ഇടത്തോട്ട് തിരിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഓഫ് കോഴ്സ് അതൊരു ഹയർ നമ്പർ കാർഡാണെന്നുള്ള കാര്യം ഞാൻ അസ്യൂം ചെയ്യും. സോ നമുക്ക് ബാക്കി വരുന്ന 3 കാർഡ്സ് ഈവൻ കാർഡ്സ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം 6 ഓഫ് ഡയമണ്ട്, 8 ഓഫ് ഡയമണ്ട്, 10 ഓഫ് ഡയമണ്ട്. ഈ 3-ൽ ഒരെണ്ണമാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇതിലേതാണ് എന്നുള്ളതിൽ സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. നമുക്ക് 6-മതൊരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൺഫേം ആക്കാനായിട്ട് മിഡിൽ നമ്പർ ആണോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഫ് കോഴ്സ് അവർ നോന്നായിരിക്കും അവരുടെ ആൻസർ വരുന്നുണ്ടാവുക. സോ 8 അല്ലെങ്കിൽ 10 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സൈക്കോളജി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു മിഡിൽ നമ്പർ അവർ ചൂസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. സോ എൻ്റെ മനസ്സിൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഒന്നുകിൽ 8 ഓഫ് ഡയമണ്ട് ആണ് അല്ലെങ്കിൽ 10 ഓഫ് ഡയമണ്ട് ആണെന്നാണ്. ഇവിടെ നമുക്ക് 1-2 ട്രിക്സ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ആക്ച്വലി 8 ഓഫ് ഡയമണ്ട് എന്ന് ആദ്യം അതിലെഴുതി. അതിനുശേഷം വളരെ കാഷ്വലി തെറ്റാണോ ശരിയാണോ എന്നറിയാത്ത രീതിയിൽ ഞാൻ ജസ്റ്റ് ഇതിനെ മാറ്റി വെച്ചു. ആൻഡ് ദെൻ ഐ വാസ് ഷുവർ ആക്ച്വലി 10 ആയിരിക്കും പ്രോബബിലിറ്റി കൂടുതൽ. കാരണം എപ്പോഴും ആ ഒരു നമ്പറാണ് കുറച്ചൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ചാൻസ് കുറഞ്ഞ 8 എന്ന് ഞാൻ എഴുതിയിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ചോദിച്ചത് ഇസ് ഇറ്റ് 10 ഓഫ് ഡയമണ്ട്സ് എന്നാണ്. അഫ് കോഴ്സ് അയാൾ വിചാരിച്ചിരുന്നത് 10 ഓഫ് ഡയമണ്ട്സ് ആയിരുന്നു. ആൻഡ് പക്ക അതൊരു മാച്ചായി. ഇൻ കേസ് 10 ഓഫ് ഡയമണ്ട് അല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കും അല്ലല്ലേ, ഓക്കെ ഏതായിരുന്നു കാർഡ് ഒന്ന് പറയാമോ. ഹോപ്പ്ഫുള്ളി ഹിൽ ഗോ ഫോർ 8 ഓഫ് ഡയമണ്ട്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എക്സാക്ട്ലി 8 ഓഫ് ഡയമണ്ട്സ് ആൻഡ് ഞാനത് കാണിക്കുന്നു. വേറൊരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് 2 കാർഡ്സ് ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അഫ് കോഴ്സ് ഒരു കാർഡ് നിങ്ങൾക്ക് എഴുതാം, കാഷ്വലി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പറയാം, ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ് കാർഡ് ഇൻ യുവർ മൈൻഡ് ലൈക്ക് 10 ഓഫ് ഡയമണ്ട്സ്, 10 ഓഫ് ഡയമണ്ട്സ്, 10 ഓഫ് ഡയമണ്ട്സ്. അപ്പോൾ 10 ഓഫ് ഡയമണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ റിയാക്ട് ചെയ്യും, യെസ് എന്നുള്ള റിയാക്ഷൻ തരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ കാഷ്വലി ഇത് കേട്ട് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ജസ്റ്റ് ഈ ഒരു പോക്കറ്റിൽ നിന്ന് കാർഡ് എടുക്കാം ആൻഡ് ഇസ് ഇറ്റ് 8 ഓഫ് ഡയമണ്ട് നമുക്ക് അങ്ങനെ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ കാർഡ് റിവീൽ ചെയ്യാനായിട്ട് പറയാം, ഏതാ കാർഡെന്ന് ചോദിക്കാം. 8 ഓഫ് ഡയമണ്ട് എന്ന് പറയുകയാണെങ്കിൽ അഫ് കോഴ്സ് നമുക്കിത് കാണിക്കാം. ഇൻ കേസ് ആദ്യത്തെ മെത്തേഡിൽ അവരെന്തെങ്കിലും ഒരു പിക്ചർ കാർഡ് മനസ്സിൽ വിചാരിക്കുമോ തെറ്റിപ്പോവോ എന്ന ടെൻഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ നമ്മൾ ഓൾറെഡി തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ഫേസ് കാർഡ്സും റിമൂവ് ചെയ്യുന്നു. സോ ഈ ഒരു ഡെക്കിനകത്ത് ഇപ്പോൾ നമ്പർ കാർഡ്സ് മാത്രമാണുള്ളത്. അപ്പോൾ അവർ ഏത് കാർഡ് ചൂസ് ചെയ്താലും നോ പ്രോബ്ലം അല്ലേ. സോ നമ്മൾ സ്പെക്ടേറ്ററിൻ്റെ കയ്യിൽ ഈ കാർഡ് കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാനായിട്ട് പറയുന്നു. നമുക്ക് തിരിഞ്ഞ് നിൽക്കാം. ആ സമയത്ത് അവർ ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്യുന്നു, അത് അവർ റിമെമ്പർ ചെയ്യുന്നു, പോക്കറ്റിലോ ഡെക്കിലോ എവിടെയെങ്കിലും അവർ തിരിച്ചു വയ്ക്കും. സെയിം കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 4, 5, 6 സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ആ കാർഡ് കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. എപ്പോഴും 4 സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത്രയും സ്ട്രോങ് ആയിരിക്കും ആ ഒരു എഫക്റ്റ്. 5 ആണെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി അത് ഈസിയാണ്. ഓൾസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ 6 ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അതിനുശേഷം പിന്നീട് നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡെക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ള കാര്യം കമൻസിലൂടെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഫ് കോഴ്സ് യു ക്യാൻ കമൻറ്റ് ഡൗൺ. So thank you. Bye bye.